നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ എങ്ങനെ UK എത്തി എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ എൻ്റെ ജോബിന് കയറി. അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുമല്ലോ, റിലേറ്റീവ്സ് അല്ല അടുത്തുള്ള ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ അവർ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ തരും. അവർ കുറേ സാധനങ്ങളൊക്കെ പെട്ടിയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ തുറക്കൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കൊതിയോടെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ട്. അത് ഈ ചെറുപ്പത്തിൽ അതൊക്കെ അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ദിവസം ഞാനും വലുതാകുമ്പോൾ പഠിച്ച് ജോലിക്ക് വാങ്ങിക്കും, ഞാനും പുറത്ത് പോകും, എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അത് ചെറുപ്പത്തിലേ നമ്മുടെ ഉള്ളിൽ കയറിയൊരു സാധനമാണത്. അപ്പോൾ പറഞ്ഞു തന്നത് ഞാൻ പാലക്കാട് ജോബിന് കയറി. എനിക്ക് അവിടെ നിന്ന് കുറച്ച് നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അപ്പം അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകാം, ഈ കോഴ്സ് വെച്ചിട്ട് എൻ്റെ ഈ ജോബ് വെച്ചിട്ട് ഏതൊക്കെ രാജ്യത്തേക്ക് പോവാം, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, എങ്ങനെയൊക്കെ സാലറി കിട്ടും, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഞാനും എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ UK പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് HCPC രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ്റെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്. എക്സാംസ് ഒന്നുമില്ല. അപ്പോൾ HCPC രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, എത്ര നാളെടുത്തു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, എത്ര എമൗണ്ട് ആയി ഇതിന്, അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വട്ടം പറയാം.